ഒരുപാട് പേര് ജോലി ചെയ്യുന്ന ഒരു സ്ഥലമാണ്. അപ്പം അത്തരം ഇൻഡസ്ട്രികൾ അതിൻ്റെ ചക്രം മുന്നോട്ട് ചലിക്കണമെങ്കിൽ ഇത്തരം പ്രവണതകൾ പാടില്ല. നമസ്കാരം. ഏറെ വേദനയോടെയാണ് മോഹൻലാൽ അമ്മയിൽ നിന്ന് രാജിവെച്ചൊഴിഞ്ഞത്. അദ്ദേഹത്തിന്റെ വാക്കുകളാണ് കേട്ടത്. ലാൽ രാജിവെക്കാനുള്ള തീരുമാനം അറിയിച്ചതോടെ ബാക്കി അംഗങ്ങളും രാജിവെക്കാൻ തയ്യാറാകുകയായിരുന്നു. ഇതേക്കുറിച്ച് അദ്ദേഹം പറഞ്ഞതിങ്ങനെ: ഒരുപാട് ആളുകളുടെ അധ്വാനവും വിയർപ്പും പ്രതീക്ഷയും സ്വപ്നങ്ങളുമാണ് ഈ സിനിമാ വ്യവസായം. എന്തായാലും ഇതോടെ AMMA എന്ന സംഘടന തന്നെ ഇല്ലാതെയാകുകയായിരുന്നു. ഒരുപാട് നാടകീയ രംഗങ്ങൾക്കൊടുവിലാണ് AMMAയിൽ കൂട്ടരാജി വരുന്നത് തന്നെ. 2 മാസം മുമ്പാണ് പുതിയ ഭാരവാഹികൾ ചുമതലയേറ്റത്. തൊട്ടു പിന്നാലെയാണ് രാജി ഉണ്ടാകുന്നതും. അതും അതീവ ഗുരുതരമായ ആരോപണങ്ങളാണ് നടന്മാർക്കും സംവിധായകർക്കും പ്രൊഡക്ഷൻ ടീമിലുള്ളവർക്കും ഉൾപ്പെടെ ഉയർന്നത്. വെറും ലൈംഗിക പീഡനം എന്നൊന്നും പറയാനും പറ്റില്ല. ഇത്രയേറെ ലൈംഗിക വൈകൃതങ്ങളുള്ളവരാണോ ഈ സംവിധായകനായും നടന്മാരുമായും ഒക്കെ തിളങ്ങുന്നത് എന്ന് ചിന്തിച്ചു പോകുന്ന തരത്തിലുള്ള മ്ലേച്ഛമായ കാര്യങ്ങളാണ് ഉണ്ടായത്. ആരോപണം ഉയർന്നു ദിവസങ്ങൾ കഴിഞ്ഞാണ് AMMA ജനറൽ സെക്രട്ടറി സിദ്ദിഖ് ഒരു പത്രസമ്മേളനം തന്നെ വിളിച്ചത്. ആ സമയത്തും മോഹൻലാൽ ഉണ്ടായില്ല. എല്ലാവരും കാതോർത്തത് അവരുടെ ലാലേട്ടന്റെ വാക്കുകൾക്കായിട്ടാണ്. എന്നാൽ അന്നും മോഹൻലാൽ പ്രതികരിച്ചില്ല. സിദ്ദിഖിന്റെ രാജി ഉണ്ടായതിന് തൊട്ടു പിന്നാലെയും മോഹൻലാലിന്റെ പത്രസമ്മേളനം ഉണ്ടാകുമെന്ന് പറഞ്ഞു. അതും ഉണ്ടായില്ല. ഒടുവിൽ മോഹൻലാൽ എന്ന നടന്റെ ഈ മൗനത്തെക്കുറിച്ച് ചോദ്യങ്ങൾ ഉയർന്നപ്പോൾ പ്രതികരണവുമായി എത്തിയത് ജയൻ ചേർത്തലയാണ്. വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള ജയൻ ചേർത്തല ഒരു ചാനൽ ചർച്ചയ്ക്കിടെയാണ് മാധ്യമങ്ങളെ മോഹൻലാൽ കാണാത്തതിന് അദ്ദേഹം മറുപടി നൽകിയത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുന്നതിന് മുൻപ് അദ്ദേഹം അസുഖത്തെ തുടർന്ന് ആശുപത്രിയിലായിരുന്നു. തുടർന്ന് 18-നും 19-നും പരിപാടിയുടെ റിഹേഴ്സലിലായിരുന്നു അത്രേ. 20-നും ഷൂട്ടുണ്ടായിരുന്നു. ഈ സമയങ്ങളിൽ പ്രതികരിക്കാൻ കഴിയുന്ന ഒരു സന്ദർഭമല്ലായിരുന്നു. തുടർന്ന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം തന്നെ വിളിച്ചു. അദ്ദേഹം പറഞ്ഞത്: ജയ, എനിക്ക് മാധ്യമങ്ങളെ കാണാൻ പറ്റില്ല. എൻ്റെ വൈഫിൻ്റെ ഒരു സർജറിയുമായി ബന്ധപ്പെട്ട് ഞാൻ ഹോസ്പിറ്റലിലാണ്. ചിലപ്പോൾ ചെന്നൈയിലാകാം. എവിടെയാണെന്ന് തന്നോട് പറഞ്ഞില്ലെന്നും പറയുന്നു. തിരികെ എത്തിയ ശേഷം മാധ്യമങ്ങളെ കാണുമെന്ന് തന്നെയാണ് പ്രതികരിച്ചത്. ചൊവ്വാഴ്ച എക്സിക്യൂട്ടീവ് മീറ്റിംഗിന് ശേഷം മാധ്യമങ്ങളെ കാണുമെന്നാണ് തനിക്ക് തോന്നുന്നതെന്നും ജയൻ ചേർത്തല പറഞ്ഞിരുന്നു. എന്നാൽ പിന്നീട് നടന്നത് മോഹൻലാലിന്റെ രാജിയാണ്. ധാർമ്മിക ഉത്തരവാദിത്തം കണക്കിലെടുത്ത് താൻ രാജിവെക്കുമെന്നാണ് ലാൽ അറിയിച്ചത്. എന്നാൽ അത് വേണ്ട, എല്ലാവരും രാജിവെക്കാമെന്ന തീരുമാനമെടുത്തു. കൂട്ടരാജി എന്ന തീരുമാനത്തെ അനന്യയും സരയുവും എതിർത്തിരുന്നു. എന്നാൽ മൗനം പാലിച്ചിരുന്ന ലാലിന്റെ സ്വന്തം ഇച്ചാക്കയും ഭാര്യ സുചിത്രയും നൽകിയ താക്കീത് കൂടി കേട്ടതോടെയാണ് ലാൽ ആദ്യമേ രാജിക്ക് ഒരുങ്ങിയത്. അതിൽ കുറഞ്ഞതൊന്നും ലാൽ മുന്നോട്ട് വയ്ക്കാനും തയ്യാറായിരുന്നില്ല. കാരണം അവരുടെ ജീവിത പ്രശ്നത്തിലേക്ക് വരെ ഈ ആരോപണങ്ങൾ കടന്നു കയറിയിരുന്നു. വിവാദങ്ങൾ ഉണ്ടായതും ലാലിനെതിരെ ഈ പ്രായത്തിൽ ആരോപണങ്ങൾ ഉയർന്നതും സുചിത്രയെ മാനസിക ബുദ്ധിമുട്ടിലാക്കിയിരുന്നു. ഇതേ തുടർന്ന് സുചിത്ര കടും കൈ കാണിച്ചതും അതേ തുടർന്നാണ് ആശുപത്രിയിലായതെന്നും പറയപ്പെടുന്നു. എന്തായാലും ഇതിന്റെയൊക്കെ ആകെ തുക എന്താണെന്നുള്ളത് അവർക്ക് മാത്രം അറിയാവുന്ന സത്യങ്ങൾ. പക്ഷേ ലാലിന്റെ രാജി അത് ആരും പ്രതീക്ഷിക്കാതിരുന്ന കാര്യം തന്നെയാണ്. ഒരു കൂട്ടരാജിയേക്കാളും ആരോപണ വിധേയർക്കെതിരെ കടുത്ത നടപടിയായിരുന്നു എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ എല്ലാം പിന്നിലിരുന്ന് നിയന്ത്രിച്ചിരുന്നത് മമ്മൂട്ടിയുമാണ്. മമ്മൂട്ടിയെ സുചിത്ര വിളിച്ചുവെന്നും കരക്കമ്പികളുണ്ട്. അതിന്റെ വാസ്തവം അറിയുന്നത് അവർക്ക് മാത്രം. നമുക്ക് കിട്ടുന്ന ചില സൂചനകൾ വെച്ചാണ് നമ്മൾ ഇക്കാര്യങ്ങൾ പറയുന്നതും. എന്തായാലും എല്ലാവരുടെയും ഈ ആരോപണങ്ങൾ ഉയർന്നിട്ടുള്ള നടന്മാരുടെ എല്ലാം കുടുംബജീവിതത്തിൽ തന്നെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആരോപണങ്ങൾ ഉണ്ടായ നടന്മാരുടെ മാത്രമല്ല, ആരോപണങ്ങൾ ഉയർന്നിട്ടുള്ള എല്ലാവർക്കെതിരെയും. സിനിമാ മേഖല ഇത്രയേറെ മ്ലേച്ഛമായ ഒരു മേഖലയാണെന്ന് പറയപ്പെടുന്ന തരത്തിലേക്ക് വരെ ഈ ആരോപണങ്ങൾ കൊണ്ടെത്തിച്ചു. എന്തായാലും ലാലിന്റെ രാജിയോടെ ഉണ്ടായ കൂട്ടരാജി അത് അമ്മയെ തന്നെ ഇല്ലാതെയാക്കി. ഒരുപക്ഷെ ഇനി ആ സംഘടന ഉയർന്നു വരുമോ എന്നുള്ളത് അറിയില്ല. പുതിയ ആളുകൾ, പുതിയ തലകൾ അവിടെ രംഗപ്രവേശം ചെയ്യാൻ കാത്തിരിക്കുന്നു. ഇനിയുള്ള നാളുകളിൽ അമ്മയുടെ ഭാവി എന്തായിരിക്കുമെന്ന് കാത്തിരുന്ന് തന്നെ കാണണം. നന്ദി.